നമസ്കാരം. ശിവാനന്ദലഹരിയിലെ 81-ാമത്തെ ശ്ലോകം. കഞ്ചിൽ കാലമുമാമഹേശ ഭവതഃ പാദാരവിന്ദാർച്ചനൈഃ കഞ്ചിധ്യാന സമാധിഭിശ്ച നദിഭിഃ കഞ്ചിൽ കഥാകർണനൈഃ കഞ്ചിൽ കഞ്ചിതവേക്ഷണൈശ്ച നുദിഭിഃ കഞ്ചിതശ്യാമീദൃശീം യ പ്രാപ്നോതി മുദാ ത്വദർപ്പിതമനാ ജീവൻ സമുക്തഃ ഖലു. ഉമാമഹേശ, അല്ലയോ പാർവതി വല്ലഭ, ത്വദർപ്പിതമന, അങ്ങയിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട്, മുദ, സന്തോഷത്തോടെ, കഞ്ചിൽ കാലം, കുറച്ച് സമയം, ഭവതഃ പാദാരവിന്ദാർച്ചനൈഃ, അങ്ങയുടെ പാദപൂജ ചെയ്തുകൊണ്ടും, കഞ്ചിൽ, കുറച്ചു നേരം, ധ്യാന സമാധിഭിഃ നദിഭിഃ, ധ്യാന സമാധിഭിഃ നദിഭിഃ, ധ്യാന സമാധികളെ കൊണ്ടും നമസ്കാരാദികളെ കൊണ്ടും, കഞ്ചിൽ, കുറച്ചു കാലം, കഥാകർണനൈഃ, അമൃത സമാനമായ ഭഗവത് കഥകളെ കേട്ടും, കഞ്ചിൽ, കുറച്ചു കാലം, അവേക്ഷണൈഃ, ദിവ്യമംഗള വിഗ്രഹത്തെ കണ്ടുകൊണ്ടും, കഞ്ചിൽ നുദിഭിഃ ച, കുറച്ചു നേരം സ്തോത്രങ്ങൾ ചൊല്ലിയും, ജീവൻ, ജീവിച്ചുകൊണ്ട്, ഇത് ഈദൃശീം ദശാം, ഇവ ഈദൃശീം ദശാം, ഇങ്ങനെ എല്ലാം ഇരിക്കുന്ന അവസ്ഥയെ, ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന ഈ അവസ്ഥയെ, യഹ പ്രാപ്നോതി, ആരാണോ പ്രാപിക്കുന്നത്, സ മുക്തഃ ഖലു, അവൻ തന്നെ ജീവൻ മുക്തൻ, സംശയമില്ല. അല്ലയോ പാർവതി വല്ലഭനായ മഹേശ്വര, അങ്ങയിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് സന്തോഷത്തോടെ കുറച്ചു സമയം അങ്ങയുടെ പാദപൂജ ചെയ്തുകൊണ്ടും, കുറച്ചു നേരം ധ്യാന സമാധികളെ കൊണ്ടും നമസ്കാരാദികളെ കൊണ്ടും, കുറച്ചുകാലം അമൃത സമാനമായ ഭഗവാന്റെ കഥകളെ കേട്ടുകൊണ്ടും, കുറച്ചുകാലം ദിവ്യമായ മംഗള വിഗ്രഹത്തെ കണ്ടുകൊണ്ടും, കുറച്ചു നേരം സ്തോത്രങ്ങൾ ചൊല്ലിയും ജീവിച്ചുകൊണ്ട് ആരാണോ ഈ അവസ്ഥയിലിരിക്കുന്നത്, അവൻ മുക്തൻ തന്നെയാണ്, ജീവൻ മുക്തൻ തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. ഭജനം പ്രീതിപൂർവകമാകണം. തൻ്റെ മനസ്സിൻ്റെ മാലിന്യം നീങ്ങി ആത്മാനന്ദം അനുഭവിക്കലാണ് ലക്ഷ്യം. ആദ്യമെല്ലാം അതിനായി ചെയ്യുന്ന കർമ്മങ്ങൾ സാധനാരൂപത്തിലാകും. ക്രമേണ അവ സഹജമായി തീരും. സഹജ കർമ്മത്തെയാണ് അകർമ്മം എന്ന് പറയുന്നത്. അതായത് കർമ്മം ചെയ്തിട്ടും ചെയ്യുന്നു എന്ന് അറിയാതിരിക്കുക, അതിനെയാണ് അകർമ്മം എന്ന് വിശേഷിപ്പിച്ചത്. ഇത് ഫലാസക്തിയില്ലാത്ത നിഷ്കാമ കർമ്മത്തിനാണ് കൈവരിക്കാൻ സാധിക്കൂ. ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മം കൊണ്ട് ഇത് സാധിക്കാൻ പറ്റില്ല. ഫലാസക്തി ഇല്ലാത്ത കർമ്മത്തെയാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. നിഷ്കാമ കർമ്മത്തിനാണ് ഈ അകർമ്മം കൈവരിക്കാൻ സാധിക്കൂ. ജീവൻ മുക്തൻ എത്ര നേരം ഇന്നത് ചെയ്തു എന്നൊന്നും അറിയില്ല. ചെയ്യുന്നതെല്ലാം ഈശ്വരാർപ്പണമായിരിക്കും, ഈശ്വര പൂജയുമാകും. കുറച്ചു സമയം പാദപൂജ, ധ്യാനം, നമസ്കാരം, കഥാശ്രവണം, മംഗള വിഗ്രഹ ദർശനം, സ്തുതി എന്നിങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. പ്രാരബ്ധം തീരുന്നതുവരെ ഇത് തുടരും. അത് അവസാനിച്ചാൽ ദേഹം പതിക്കും, ജീവൻ ഈശ്വരനോട് ചേരുകയും ചെയ്യും. അതിന് നമ്മുടെ വ്യാഖ്യാതാവ് ശൂലപാണി വാര്യർ പൂന്താനം പാടിയ 4 വരികളും കൂടി ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. പാരിലങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ അശേഷമൊടുങ്ങിടും, വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരേടത്ത്, കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പഴേ. ഇത് ഒന്നുകൂടി മനസ്സിലാക്കാൻ ഈ പൂന്താനത്തിൻ്റെ വരികൾ നമ്മെ സഹായിക്കും.